നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജു നാട്ടിൽ വന്നിട്ട് അടുത്ത സർക്കാർ NDA തന്നെ ഫോം ചെയ്യും എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നടത്തുന്നത്. അദ്ദേഹം ആ റിപ്പോർട്ടിൻ്റെ കൂടെ വന്നു. അത് അദ്ദേഹം ആന്ത്രൂസ് താഴത്ത് ബിഷപ്പിനെ കാണുകയും ബിഷപ്പ് ക്രിസ്ത്യാനികളെ മിനിസ്ക്യൂൾ മൈനോറിറ്റി ആക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. അപ്പം എനിക്ക് പേഴ്സണലി ഓർമ്മ വന്നത്, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുമ്പ് വേറൊരു ബിഷപ്പ് റബ്ബറിന് 200-250 രൂപ കിലോക്ക് തരാമെങ്കിൽ ഞങ്ങൾ ഒരു സീറ്റ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് ഓർമ്മ വരുന്നത്. സാർ, എന്താണ് നാട്ടിൽ നടക്കുന്നത്? എന്താണ് ബി ജെ പിയും ഈ സവർണ ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബന്ധം? എന്താണ് അവരെ ഉദ്ദേശിക്കുന്നത്? രണ്ടു കൂട്ടരും ഇങ്ങനെ പിങ് പോങ് കളിക്കുന്നത് എന്താണ് നമ്മൾ കാണിക്കുന്നത് സാർ? അല്ല, ഇത് ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം വാസ്തവമാണ്. ഈ അരുണാചൽ പ്രദേശിൽ നിന്ന് പാർലമെന്ററി കാര്യമന്ത്രി, യൂണിയൻ പാർലമെന്ററി കാര്യമന്ത്രിക്ക് പ്രത്യേക ക്രിസ്ത്യൻ ദൗത്യം ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം താങ്കൾക്കറിയാമല്ലോ, അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഇപ്പൊ കുര്യനും ഒന്നും പോരാ. നമ്മുടെ സവർണ ക്രിസ്ത്യൻ സഭയെ കൂടെ നിർത്താനായിട്ട് ഇപ്പോൾ BJPയുടെ യൂണിയൻ കേന്ദ്രത്തിലെ മന്ത്രിയായിട്ടുള്ള കുര്യനുണ്ട്. പക്ഷെ എന്നിൽ പോലും കുര്യൻ പറഞ്ഞാൽ കുര്യന്റെ ഉറപ്പ് പോരാ എന്നുള്ള ഒരു 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 സൂചനയാണ് തരുന്നത്. അദ്ദേഹം ഇവിടെ വരുന്നു. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് താഴത്തിനെയല്ല കണ്ടത്. എനിക്ക് തോന്നുന്നു റഫേൽ അല്ലെ, അദ്ദേഹത്തെ ആയിരുന്നു ഇപ്പോഴത്തെ ഇവിടുത്തെ സിനഡിന്റെ ഒക്കെ തലപ്പത്തുള്ള താഴത്തിനെ അല്ല കണ്ടത്, CBCIയുടെ തലവനെ അല്ല കണ്ടത്, കേരളത്തിലെ സഭകളുടെ വലിയ മെത്രാനെയാണ് കണ്ടത്. റാഫേൽ ആണ് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം മറ്റ് മെത്രാന്മാരും. ഞാൻ നോക്കിയത് തിരുത്തി, റാഫേൽ തട്ടിലാണ് കണ്ടത്. റാഫേൽ തട്ടിലച്ചനെ ആയിരുന്നു കണ്ടത്. തട്ടിലച്ചൻ അത് തമാശക്കാരനാണ്. അദ്ദേഹം മാറി മാറി പറയുന്നത് ആളാണ്. പിന്നെ താങ്കൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ച പമ്പ്ളാനി അച്ഛനാണ് തലശ്ശേരിയിൽ വെച്ച് പറഞ്ഞത്, റബ്ബറിന്റെ വില കൂട്ടിയാൽ ഒരു പാർലമെന്റ് അംഗത്തെ തരാമെന്ന് പറയാനുള്ള ഇത് കാണിച്ചത് പമ്പ്ളാനി അച്ഛനാണ്. അപ്പൊ സവർണ സഭയിലെ ഇവരെല്ലാം ഈ മൂന്ന് മുത്തുകളും ഇതിന് ഇത്തരത്തിലുള്ള പല വാഗ്ദാനങ്ങളും ഇത്തരത്തിലുള്ള പല കുടമറച്ചിലിനും ഒക്കെ നമ്മള് സ്ഥിരം വാചകമേളകളിൽ പ്രത്യക്ഷപ്പെടുന്ന മെത്രാന്മാരാണ്. എന്നാൽ അവർക്ക് എന്റെ ചോദ്യത്തിലല്ല ഇത് കാണിക്കുന്നത്. BJPക്ക് ഒരു ധാരണയുണ്ട്, സവർണ ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടെ കിട്ടിയാലേ അവർക്ക് അസംബ്ലിയിൽ എന്തെങ്കിലും ആശിക്കാൻ കഴിയുള്ളൂ. അസംബ്ലിയിലെ പോസിറ്റീവായുള്ള റിസൾട്ട് വേണമെങ്കിൽ സവർണ ക്രിസ്ത്യാനി കൂടെ നിർത്തണം എന്നൊരു മെസ്സേജ് അല്ലേ ഇവിടെ BJP? അത് വളരെ കാലമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും എല്ലാം ഏറ്റവും കേരളത്തിൽ നിന്ന് മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം എന്നും RSS BJP തങ്ങളുടെ അവരുടെ ക്രിസ്ത്യാനികളോടുള്ള സമീപനത്തിൽ ഇത്തരം ഒരു ലാക്ക് വച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരു കാലഘട്ടത്തിൽ അവർ സവർണ ക്രിസ്ത്യാനികളെയാണ് ഏറ്റവും ആക്രമിച്ചിരുന്നതെന്ന് മറക്കണ്ട. കാരണം അവർ പറഞ്ഞിരുന്നത് കയ്യിൽ കുരിശും കീശയിൽ പൈസയുമായിട്ടാണ് ഈ അച്ഛന്മാർ കേരളത്തിൽ ക്രിസ്തുമതത്തിന്റെ പ്രചാരണം നടത്തുന്നത് എന്ന് വളരെ കാലമായി RSS കേരളത്തിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങിയ മുതൽ അവർ ആരോപിച്ചു പോകുന്ന ഒരു ഇതാണ് ക്രിസ്ത്യാനികൾക്കെതിരെ. പക്ഷെ ഇടക്കാലത്ത് കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിൽ കടന്നു കയറണമെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും സാധ്യതയുള്ളത് സവർണ ക്രിസ്ത്യാനികളിൽ നിന്നാണ്. കാരണം രണ്ടു തരത്തിൽ,
ഒന്ന്, അവർ സവർണരാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയവും മനുസ്മൃതി രാഷ്ട്രീയവും ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസവുമായി ഇണങ്ങിച്ചേരാൻ കഴിയുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് അവർക്കുള്ളത് എന്നൊരു ധാരണ. രണ്ട് പ്രധാനപ്പെട്ട കാര്യം, അതിലും പ്രധാനം, പേടിച്ചാൽ പേടിക്കുന്ന കൂട്ടരാണ് ഇവരെന്ന് RSS തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ വലിയ ഒരു സ്വകാര്യ സ്വത്തിന്റെ ഉടമകൾ സവർണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അത് ആശുപത്രികളായാലും കോളേജുകളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും ഓർഫനേജുകളായാലും. ഒന്ന് ചോദിച്ചോട്ടെ, ഇത് ഈ സംഗതി നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ കഴിഞ്ഞ നമ്മുടെ മണിപ്പൂർ സംഭവങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ക്രിസ്മസിലെ ബജരംഗദളും ബാക്കി VHPയും ഒക്കെയുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ, അവരുടെ വക ക്രിസ്മസ് സെലിബ്രേഷൻ, ഇതിന് ശേഷവും കേരളത്തിലെ ക്രിസ്ത്യാനികളെ പേടിപ്പിച്ച് നിർത്തി വോട്ട് മേടിക്കാം എന്ന് കരുതുന്നത് അത് പൊളിറ്റിക്കലി എന്താണ് നടക്കുന്ന സംഗതിയാണോ സർ? ഞാൻ ഒരു ചെറിയ താങ്കൾ വടക്കേ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലെയും ക്രിസ്ത്യൻ സമൂഹത്തെയും കേരളത്തിലെ സവർണ സുറിയാനി നസ്രാണി സഭയെയും തമ്മിലുള്ള വ്യത്യാസം, അടിസ്ഥാന വ്യത്യാസം താങ്കൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാൻ സാധ്യതയുണ്ട്. മണിപ്പൂരിലെ അവിടെയാണ് ഒരു ഇഷ്യൂ വരുന്നത്. അതായത് എൻ്റെ ഈ അറിവ്, എനിക്കറിയാവുന്ന എൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട പലരും BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ സൈലന്റ് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്രിസ്മസിന് ശേഷം വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളൊക്കെ എന്തിനാണ് മോഡിയെ എതിർക്കുന്നത് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോൾ മിണ്ടുന്നില്ല. അവർക്ക് അത് തീർച്ചയായിട്ടും അത് വസ്തുതയാണ്. കാരണം ആ വസ്തുതയുടെ തെളിവായിരുന്നു കഴിഞ്ഞ നമ്മുടെ കേരളത്തിൽ നടന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP RSSനെ അനുകൂലിച്ചിരുന്ന സവർണ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ഉദാഹരണം തൃശ്ശൂർ, ഇരിങ്ങാലക്കുട തുടങ്ങിയ ഭാഗങ്ങളിൽ, കോട്ടയത്തേക്കാൾ കൂടുതൽ കണ്ടത് തൃശ്ശൂർ, കൊച്ചിൻ ഭാഗത്തായിരുന്നു. അവർ പരസ്യമായി തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിരുന്ന അതേ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാറി UDFിലേക്ക് പോകുന്ന പ്രതിഭാസം നമ്മൾ കണ്ടതാണ്. അതിന് മണിപ്പൂരിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കുക്കി മണിപ്പൂരി തമ്മിലുള്ള വൈരുദ്ധ്യത്തെ, കുക്കി ക്രിസ്ത്യൻ സമൂഹത്തിനോട് എന്തെങ്കിലും മാനസികമോ സാംസ്കാരികവുമായ ഐക്യം ഇവിടുത്തെ നസ്രാണി ക്രിസ്ത്യാനിക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഞാൻ തർക്കിക്കാൻ പറയുന്നതല്ല, എന്റെ അറിവിന് വേണ്ടി പറയുന്നതാണ്. അത് ഒരു കാരണമാകാൻ പറയുന്നത് ശരിയാണ്. അവർ തമ്മിൽ സാംസ്കാരികമായോ അല്ലാതോ ഐക്യമില്ല. പക്ഷെ അവിടുത്തെ പള്ളികൾക്ക് തീയിട്ടു എന്നുള്ള ഒരു ഫാക്റ്റാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയാണോ എന്നുള്ള ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ല, ഒരു വിശാലമായ പള്ളികൾക്ക് തീയിടുന്ന അത് നോക്കി നിൽക്കുന്ന സർക്കാരാണോ മണിപ്പൂരിലേത് എന്നുള്ളൊരു ചോദ്യം. അതാണ് അവരെ, അല്ലാതെ കുക്കികള് നമ്മുടെ സ്വന്തമാണെന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷെ പള്ളികൾ അങ്ങനെയാണെങ്കിൽ എന്ത് കാരണങ്ങൾ, അതും ഒരു പക്ഷേ മണിപ്പൂരിലെ ഈ പള്ളികൾ പച്ചയ്ക്ക് തീയിടുന്നത് കണ്ടതിന്റെ ഒരു പ്രത്യാഘാതമായിട്ടാണ് കേരളത്തിലെ സവർണ ക്രിസ്ത്യൻ സഭകളുടെ മനംമാറ്റം ഉണ്ടായതെങ്കിൽ നല്ല കാര്യം. കാരണം എവിടെയായാലും ക്രിസ്തീയ ഐക്യത്തിന്റെയും അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യങ്ങളുടെയും ഏറ്റവും ചുരുങ്ങിയത് മതപ്രചരണം നടത്താനുള്ള അനുവാദം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഏത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും പരമപ്രധാനമായ കാര്യമാണ്. ഇപ്പൊ താങ്കൾ പറയുന്ന മണിപ്പൂരിൽ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആന്ധ്രയിൽ, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ നിരവധി ഇവാഞ്ചലിക്കൽ സഭകളുടെ പാസ്റ്റർമാർ മർദ്ദിക്കപ്പെടുകയും പ്രാർത്ഥനാ സമൂഹങ്ങൾ ആക്രമിക്കപ്പെടുകയും പള്ളിയുടെ കുരിശുകൾ താഴെ വീഴുകയും ചെയ്തു. അപ്പോൾ എന്തിന് കന്യാസ്ത്രീമാരെ കള്ളക്കേസ് എടുക്കുന്നത് വരെ നമ്മൾ കണ്ടു. അപ്പോഴൊന്നും നമ്മുടെ ഇവിടത്തെ കേരളത്തിലെ സവർണ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മേധാവികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യത്തിന്റെ ലാഞ്ചനം നമ്മൾ കണ്ടില്ല. അത് ഇപ്പോഴും കാണുന്നില്ല. ഞാൻ അതിൽ അടിസ്ഥാനപരമായി ജാതീയമായ സവർണ ക്രിസ്ത്യൻ സഭയുടെ പരാധീനത കാണുന്നയാളാണ്. അവർക്ക് പെന്തക്കോസ്ത് സഭയിലുള്ളവർ ഇപ്പോഴും പുലയന്മാരോ ആദിവാസികളും ദലിതരുമാണ്.
തങ്ങൾ ബ്രാഹ്മണരുടെയും അതെ അത് പക്ഷേ ഇതിനെ താങ്കൾ പറഞ്ഞ ആന്ധ്രാപ്രദേശിലെയും മധ്യപ്രദേശിലെയും യുപിയിലെയും ഒക്കെ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണ് എന്ന് BJP പറഞ്ഞത് വിശ്വസിക്കുന്നവരായിരുന്നു അവർ. പക്ഷെ മണിപ്പൂരിന് ശേഷം, കഴിഞ്ഞ ക്രിസ്തുവിന് ശേഷം ആ വിശ്വാസം അവരെ അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ മനസ്സിലല്ല. ഞാൻ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന എന്റെ ഒരു ആയിരിക്കാം അത് മണിപ്പൂർ ഒരു പക്ഷേ എന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ. തീർച്ചയായിട്ടും താങ്കളുടെ അനുഭവത്തിൽ അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഏത് മനുഷ്യ സ്നേഹിക്കും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഏത് ജനാധിപത്യവാദിക്കും അത് ആഹ്ലാദകരമായ ഒരു മനംമാറ്റമാണ്. കാരണം എന്തായാലും കേരളത്തിലെ ക്രിസ്ത്യൻ സഭ ഒരു ന്യൂനപക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ഭാവി ഇന്ത്യയിലെ ന്യൂനപക്ഷ സംരക്ഷണത്തിലാണ് കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഈ RSS BJP സർക്കാരിൽ വ്യാമോഹങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് എന്റെയും താങ്കളുടെയും ആഗ്രഹം. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും. പക്ഷേ ഞാൻ ഇതിലെ അത്യാഗ്രഹിയാണ് സർ. ഞാൻ പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം മാത്രമല്ല, ജനാധിപത്യ സംരക്ഷണം, സിവിൽ റൈറ്റ്സ് സംരക്ഷണം, ഇതൊക്കെ നമ്മുടെ ഭരണഘടന തരുന്നതാണ്. അതുകൊണ്ട് അതാണ് നമുക്ക് വേണ്ടത്. മതപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ഇത് ജനാധിപത്യവും വെൽഫെയർ സ്റ്റേറ്റ്, സിവിൽ റൈറ്റ്സ്, ഇതൊക്കെ പരിപാലിക്കുന്ന ഒരു സർക്കാരാകണം അല്ലെങ്കിൽ പാർട്ടി ആകണം എന്ന് അന്ന് എല്ലാ മൈനോറിറ്റീസും, ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും അങ്ങനെ അതിനെ കാണുക. നമ്മളെ രക്ഷിക്കുന്നവരെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ താങ്കൾ പറഞ്ഞതിന് ആനുഷംഗികമായ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ അനുവദിക്കണം. ജനാധിപത്യ ജനാധിപത്യ മനുഷ്യാവകാശങ്ങളും മത ന്യൂനപക്ഷ സംരക്ഷണവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ന്യൂനപക്ഷ സംരക്ഷണമില്ലാതെ മതപ്രചരണത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാതെ ജനാധിപത്യത്തിന് അർത്ഥമില്ല. ഇത് വളരെ പരസ്പര ബന്ധിതമായിട്ടാണ് നമ്മുടെ ഭരണഘടന കാണുന്നത്. അല്ലെങ്കിൽ ഇതെടുത്തു പറയുകയില്ല. ഭരണഘടന ന്യൂനപക്ഷ സംരക്ഷണം അതിന്റെ ഉത്തരവാദിത്തമായി ഭരണകൂടത്തെ ഏൽപ്പിക്കുന്നത് തന്നെ അതിന്റെ ജനാധിപത്യ ഉള്ളടക്കം കൊണ്ടാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണ ഇല്ലാത്ത ഒരു ജനാധിപത്യവും മതനിരപേക്ഷതയും എവിടെയും ലോകത്തുണ്ടാവുകയില്ല. ഒരാളുടെ ന്യൂനപക്ഷത്തെ പോലും സംരക്ഷിക്കാനായിട്ട് ഈ ജനാധിപത്യം ബാധ്യസ്ഥരാണ്. അപ്പൊ ഞാൻ മതപ്രചരണം നടത്താനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന മനസാക്ഷിക്കനുസരിച്ചത്, റൈറ്റ് ടു കോൺഷ്യൻസ്, മനസാക്ഷിക്കുള്ള സ്വാതന്ത്ര്യം, അതാണ് പരമപ്രധാനം. അത് അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിൽ. RSS BJP അതിനെ നിഷേധിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. അതിനെതിരെ ഏത് ക്രിസ്ത്യാനിയുടെയും മനസ്സ് അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതാണ്. മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമില്ലാതെ മതമില്ല, ജനാധിപത്യമില്ല, തിരഞ്ഞെടുപ്പില്ല, ഒരു തരത്തിലുള്ള വിമത ശബ്ദവുമില്ല. അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനി ഇത്തരത്തിലുള്ള ഈ ജനാധിപത്യത്തിന് വേണ്ടി RSS BJP കേന്ദ്ര സർക്കാരിനെതിരെ നിലയുറപ്പിക്കും എന്നുള്ളതാണ് ക്രിസ്ത്യൻ മതമൂല്യങ്ങളും ജനാധിപത്യ ഭരണഘടനയും നമ്മളോട് പറയുന്നത്. കേരളത്തിലെ നസ്രാണി മേധാവികൾ ഇപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നല്ല, അവർ അവരുടെ ഭൂസ്വത്തുക്കളും അവരുടെ ഭൗതിക സമ്പത്ത് സംരക്ഷിക്കുന്നതിലും തിരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്ത് സമാധാനം മേടിക്കുന്നതിലുമാണ് ഇപ്പോഴും അവർ മുഴുകിയിട്ടുള്ളതെങ്കിൽ അത് ക്രിസ്തു വിരുദ്ധവും ഈശ്വര വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. അത് തന്നെയാണ് സാർ. അതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒന്നുണ്ട്, നമ്മളൊക്കെ കാണുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഈഴവർ മൊത്തം വോട്ട് ചെയ്യുന്നില്ല, NSS മേധാവി സുകുമാരൻ നായർ പറഞ്ഞാൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും. എത്ര റാഫേൽ തട്ടിൽ അച്ഛന്മാരും താഴത്തെ അച്ഛന്മാരും മറ്റേ ഭരണഭാഷകാരും ഒക്കെ പറഞ്ഞാലും അവരാരും കുഞ്ഞാടുകളെ പോലെ അവർ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നില്ല. കുറച്ച് പേരുണ്ടാവും. ഒരു നിങ്ങൾക്കൊരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും ഇവർക്കൊക്കെ. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആകട്ടെ. കേരളത്തിലെ മലയാളിയുടെ ഇതുവരെയുള്ള ഒരു എനിക്ക് തോന്നുന്ന ഒരു സാമൂഹ്യ ഇതാണ്. അതായത് സഹവർത്തിത്വം വർഷങ്ങളായിട്ട് ഞാൻ ഓർക്കുന്നു. ഞാനൊക്കെ വളരുമ്പോൾ എൻ്റെ പിതാവ് പറയുമായിരുന്നു, ഈ രാജ്യം ഹിന്ദുക്കളുടെയാണ്, പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ ജീവിക്കുന്നു, അതിനുള്ള
അവസരം ഭരണഘടന തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് പെരുമാറുക, അതിനനുസരിച്ച് പോവുക. അതായത് ഭരണഘടനയാണ് നമ്മളെ ഇതൊക്കെ ചെയ്യാൻ അനുവദിപ്പിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എന്റെ അച്ഛനും മുത്തച്ഛനും ഇത് നമ്മളുടെ ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്റെ അച്ഛനും മുത്തച്ഛനും പറഞ്ഞു തന്നത് ഇത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇന്ത്യയാണെന്ന് പറഞ്ഞാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആരുടെയും സൗജന്യത്തിലല്ല ക്രിസ്ത്യാനി ഇവിടെ ജീവിക്കുന്നത്. അവൻ ഹിന്ദുവിന്റെ രാജ്യത്തിലല്ല അവൻ ജീവിക്കുന്നത്. അവൻ മതനിരപേക്ഷ ഭരണഘടന അധിഷ്ഠിതമായ ഇന്ത്യയുടെ എല്ലാ അവകാശങ്ങളും ഒരുപോലെയുള്ള പൗരരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇതാണ് നമ്മളുടെ യഥാർത്ഥ. താങ്കൾ പറയുന്നത് സാർ, ഈ ഒരു ബോധം എല്ലാ സമുദായത്തിലും കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സമുദായ നേതാക്കന്മാർ പറയുന്ന അനുസരിച്ച് അവർ എത്ര വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയാലും അത് ബിഷപ്പുമാരാണെങ്കിലും വെള്ളാപ്പള്ളി ആണെങ്കിലും NSS ആണെങ്കിലും, NSS കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പറഞ്ഞാണ് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. അതുപോലെ തന്നെയാണ് പലതും നടക്കുന്നത്. പലരും വെള്ളാപ്പള്ളിയെ കളിയാക്കി പറയുന്നുണ്ട്. കണിച്ചുകുളങ്ങര നിൽക്കുന്ന അവിടുത്തെ അസംബ്ലി സെഗ്മെന്റിൽ പോലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നില്ല, പിന്നെയാണോ കേരളത്തിൽ ഉടനീളം എന്ന് പറയുന്നുണ്ട്.